അപ്പോൾ ആ അറാബിക്ക് സന്തോഷമായി കളവ് പറയാതിരുന്നാൽ മതിയല്ലോ. അസ്സലാമു അലൈക്കും. ചെസ് നമ്പർ 440. ചെസ് നമ്പർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അനന്തവിശാലമായ ആകാശനീലമായി മിനിത്തിറങ്ങുന്ന കൊണ്ടാങ്ങൾക്ക് സമ്മാനമായ ഇൽമിനെ മജലിസിനെ ആത്മീയ പ്രഭുകൊണ്ട് അലങ്കരിച്ച ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവറുകളെ, ഇൽമിനെ നിർഗുണമായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ സലാം. അസ്സലാമു അലൈക്കും. 4ാം ക്ലാസ്സിലെ പ്രപഞ്ച വിഷയമായി ഞാൻ തിരഞ്ഞെടുത്തിരുന്നത് കൂട്ടുകാരെ കുറിച്ചാണ്. അവരെ കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചു കൊള്ളാം ഇൻഷാ അല്ലാഹ്. കൂട്ടുകാരില്ലാത്തവർ നമ്മിലാരും ഉണ്ടാകില്ല. ഒരാളെ കുറിച്ച് അറിയാൻ അയാളുടെ കൂട്ടുകാരനെ കുറിച്ച് അറിയാൻ മതി എന്ന് പറയാറുണ്ട്. കൂട്ടുകാരുടെ എല്ലാ സ്വഭാവവും അവരിലും കാണുമെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ നമുക്ക് ഉത്തമരായിരിക്കണമെന്ന് ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ടതില്ല. തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകാരുണ്ടായാൽ നാം നാശമാകുമെന്ന് ഓർക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ ചാരിയാൽ ചാരിയത് നടക്കുമെന്ന് പഴമക്കാർ പറയിപ്പിച്ചത്? കൂട്ടുകാർ കാർകൾ ചെയ്യുകയും ഒടുവിൽ നാട്ടിലും കുടുംബത്തിലും ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്ത് എത്രയോ പേരുടെ വർത്തമാനം നാം കേൾക്കാറുണ്ട്. അതിനാൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത് നല്ല ചങ്ങാത്തം കൂട്ടുകാരെ സ്ഥാപിക്കണം. എങ്കിലേ നമുക്ക് നല്ലവരാൻ സാധ്യമാകും. തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. നബിക്കൊപ്പം തങ്ങും തങ്ങുമായി അദ്ദേഹം ഉണ്ടായിരുന്നു. ഹിറാ ഗുഹയിൽ നബിയെ സംരക്ഷിക്കാൻ അദ്ദേഹം ചെയ്ത കാര്യം നമുക്ക് പഠിച്ചിട്ടില്ലേ? അതെ, അത്തരമൊത്തമ കൂട്ടുകാരാകട്ടെ നമ്മുടെ സുഹൃത്തുക്കൾ. അല്ലാത്തവരെ തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം. പറയാൻ ഇനിയും ഒരുപാടുണ്ട്, പക്ഷേ സമയം എന്നെ അതിന് അനുവദിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്റെ കൊച്ചു പ്രസംഗത്തിലെ വിഷയം നിങ്ങൾ ഗൗരവത്തിൽ എടുക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിദ് ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ജന്തു